കേരളത്തിലെ BJP-യിലെ കാര്യങ്ങൾ കോൺഗ്രസിനേക്കാൾ കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പൊന്നും BJP-യിലെ ഗ്രൂപ്പ് നോക്കുമ്പം ഒന്നുമല്ല കേട്ടോ. ഇപ്പൊ അവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. ജില്ലകളിലെ പ്രസിഡന്റുമാരും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി ഒരു സംസ്ഥാന പ്രസിഡന്റിനെ വേണം. നമ്മുടെ സുരേന്ദ്രൻജിയെ മാറ്റുകയാണെങ്കിൽ വേറെ ആരെയാണ് കൊണ്ടുവരേണ്ടത് എന്ന കാര്യത്തിലാണ് ചർച്ച. പ്രഹ്ലാദ് ജോഷിയാണ് വരണാധികാരി. അദ്ദേഹത്തിന്റെ പൊടി പോലും ഇവിടെങ്ങും കാണാനില്ല. പക്ഷേ കേന്ദ്ര ഹൈക്കമാൻഡിന്റെ മുമ്പിൽ 3-4 പേരുടെ ലിസ്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. അതിലൊന്ന് MG രമേശ്, മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ. MG രമേശ് ഒരു മാന്യനായ ഒരു BJP നേതാവാണ്. പലവട്ടം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന്റെ അടുത്ത് വരെ വന്നതാണ്. പക്ഷേ ഈ ഗ്രൂപ്പ് തർക്കം മൂലം അവസാന നിമിഷത്തിൽ പലപ്പോഴും അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോവുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ആൾ ശോഭാ സുരേന്ദ്രനാണ്. അവർ പറയുന്നത് ഇനി BJP കേരളത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു വനിതാ നേതാവ് വന്നെങ്കിലേ പറ്റൂ. അത് ഞാനാണ്. ശശി തരൂർജി പറഞ്ഞ പോലെ സർവേയുടെ കണക്കൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പോ BJP-യെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഏക നേതാവ് ഒരു വനിതാ നേതാവ് കൂടിയായ ഞാനാണ് എന്നാണ് ശോഭാജി പറയുന്നത്. ഇപ്പൊ V മുരളീധരനും ലിസ്റ്റിലുണ്ടെന്ന് പറയുന്നു. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഡൽഹിയിൽ എന്തോ ഉത്തരവാദിത്തങ്ങൾ കിട്ടുമെന്ന് കേട്ടിരുന്നതാ. അതിനിടയ്ക്ക് കേട്ട ഒരു കരക്കമ്പി അദ്ദേഹം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് വെറുതെ മത്സരിക്കുകയല്ല കേട്ടോ, കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാ. പിന്നെ കോർപ്പറേഷൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കൂടായികയില്ല. നാലാമത്തെ പേരുകാരൻ രാജീവ് ചന്ദ്രശേഖര. ഇപ്പോൾ അദ്ദേഹം ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. അവസാനം വരുന്ന ലിസ്റ്റിൽ അദ്ദേഹം ഇല്ലത്രേ. പക്ഷേ വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ കേരളത്തിലെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. കാരണം BJP-ക്ക് കാശിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഈ ബാംഗ്ലൂരിലൊക്കെ ആയിട്ട് ധാരാളം ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരാളാണ്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടത്തിൻ്റെ ആളാണ് അദ്ദേഹം. അതൊക്കെ കളഞ്ഞിട്ട് ഈ കേരള BJP-യിൽ തായം കളിക്കാൻ വരുമോ എന്നുള്ളൊരു കാര്യം സംശയാസ്പദമാണ്. പക്ഷെ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് പോലെ അല്ല BJP-യിലെ കാര്യങ്ങൾ. കോൺഗ്രസിൽ സംഭവിച്ചത് ഉണ്ടിരുന്നപ്പോൾ ഒരു വിളി തോന്നിയതാ, നമ്മുടെ സുധാകർജിയെ മാറ്റണമെന്ന്. മറ്റിടത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം ജനാധിപത്യമുണ്ട് എന്നൊന്നും ചോദിക്കരുത്, അത് വേറെ കാര്യം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട്. അവര് ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു പുതിയ ജനാധിപത്യ മാതൃക ആവിഷ്കരിച്ച് നടപ്പാക്കിയുണ്ടായി. അവര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാ ജില്ലകളിലും ഇപ്പൊ 30 ജില്ലകളോ മറ്റും ഉണ്ട്, പല ജില്ലകളെയൊക്കെ വിഭജിച്ച് 30 ആണെന്നാണ് ഓർമ്മ. അവിടെയൊക്കെ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തപ്പോഴേ ആളുകളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. അവരിൽ കുറച്ചുവരെയൊക്കെ വെച്ചു. പക്ഷേ നാമനിർദ്ദേശ പത്രിക കൊടുക്കാത്തവരെ കൂടെ ജില്ലാ പ്രസിഡന്റുമാരാക്കിക്കൊണ്ട് ഒരു പുതിയ ജനാധിപത്യ മാതൃക BJP സൃഷ്ടിക്കുകയുണ്ടായി. ഇനിയിപ്പോ കേരള സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പുതിയ ഏതെങ്കിലും ജനാധിപത്യ മാർഗങ്ങൾ അവരവലംബിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം പറഞ്ഞേ പറ്റൂ, ഈ 2 പാർട്ടികൾക്ക് ഉടനെ ഓരോ പുതിയ പ്രസിഡന്റുമാരെ നിയമിക്കണം. അത് കേരളത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്.